ഫാമിലി, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കുക എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കുഞ്ഞു ഫാമിലിയുടെ കൂടെ കൂടാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വൈറൽ പ്രോഡക്റ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇതാണ് ആ വൈറൽ സോപ്പ് കേട്ടോ. ഈ സോപ്പിനെ ആരാണ് വൈറലാക്കിയെന്ന് വെച്ചാൽ ദിയ കൃഷ്ണയാണ്. അപ്പോൾ ദിയാകൃഷ്ണൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടാൽ അറിയും. ഭയങ്കരമായിട്ട് വൈറലാക്കിയ ഒരു പ്രൊഡക്റ്റാണ്. എല്ലാവരും യൂസ് ചെയ്തിട്ട് അടിപൊളി ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം പിഗ്മെൻറ്റേഷൻ പോവാനും ടാനൊക്കെ റിമൂവ് ആകാനും നമ്മുടെ ഫേസിനൊന്നും ബ്രൈറ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ക്ലിയർ സ്കിൻ ആക്കാനൊക്കെ ഇത് അടിപൊളിയാണെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാ കോട്ടക്കലിൻ്റെ ബേബി ഗ്ലോ സോപ്പാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇത് ബേബീസിന് മാത്രമല്ല നമുക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി സോപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഭയങ്കര വൈറൽ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സോപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചാൽ നമ്മൾ ഞാൻ ആയുർവേദ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ നമുക്ക് പോയിട്ട് ഒരു കോട്ടക്കൽ സോപ്പ് ബേബി ഗ്ലോ സോപ്പ് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അവരെടുത്ത് തരുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് എത്രയായിരുന്നു? 50 രൂപയാണ് കേട്ടോ. 50 രൂപയാണ് വന്നിട്ട്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് റിസർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് ഒരു മഞ്ഞ സോപ്പായിരുന്നു കേട്ടോ. ഇപ്പം അത് കിട്ടാൻ വഴിയില്ല. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ള സോപ്പാക്കിയിരിക്കുകയാണ്. എവിടെ ഇതാ വെള്ള സോപ്പാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. മഞ്ഞ സോപ്പ് മാറ്റിയിട്ട് പിന്നെ ഇവിടെ ആര്യവൈദ്യശാല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കോട്ടക്കൽ ആര്യവൈദ്യശാല കോട്ടക്കൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കാണണ്ടോ ആവോ? നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതൊന്ന് തുറന്നിട്ട് യൂസ് ചെയ്ത് നോക്കാം. മണം നല്ല മണമാണ്. ഒരു മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ. എന്ത് കിട്ടിയാലും ഒരു മണപ്പിച്ച് നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരില്ല. അപ്പം ഞാൻ ഓൾറെഡി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് കയ്യിൽ തന്നെ ഫസ്റ്റ് യൂസിൽ എന്താ അവസ്ഥ നോക്കാം. ആ സെൻറ്ററിൽ തന്നെ വെള്ളം കറക്റ്റാക്കി ആക്കിട്ടോ. അപ്പോൾ ഫസ്റ്റ് യൂസിൽ എന്താവുമെന്ന് നോക്കാം. ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ അടിപൊളിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. കാരണം അധികം ഡ്രൈയിങ് ആവണ സോപ്പല്ല. ഒന്നാമത് ബേബി സോപ്പാണ്. ബേബീസിന് യൂസ് ചെയ്യുന്ന ടൈമിൽ അവർ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണല്ലോ സോപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഞാനും ഈ ഒരു ബേബി സോപ്പ് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബേബി സോപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ജോൺസൻ്റെ ബേബി സോപ്പും പിന്നെ സെബാമെഡിൻ്റെ ബേബി സോപ്പുമാണ് കേട്ടോ. അത് അടിപൊളിയാണ്. കാരണം നമ്മളുടെ ബോഡിയിൽ എപ്പോഴും ഒരു ബേബി സ്മെല്ലുണ്ടാവും. അപ്പോൾ അധികം പതയൊന്നുമില്ല കേട്ടോ. കുറച്ച് പതയാണ് വരണുള്ളൂ. ഞാൻ കുറച്ച് വെള്ളം ആക്കിയിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ പോയിട്ട് കൈയൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുടച്ചു കൊടുക്കുക. ഇനി ഡിഫറൻസ് നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഫസ്റ്റ് യൂസിൽ നോക്കാം. അപ്പോൾ ഇത് ഞാൻ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, എന്നാലും ഒരു ചെറിയ ഉണ്ടല്ലേ ഉണ്ട്, ഒരു ചെറിയൊരു ബ്രൈറ്റ്നെസ് ഇതിനുണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസിൽ ഏതൊരു സംഭവം യൂസ് ചെയ്ത് സോപ്പാണെന്ന് വെച്ചാലും ഹാൻഡ് വാഷ് ആണെന്ന് വെച്ചാലും ഒരു ബ്രൈറ്റ്നെസ് തരും. പിന്നെ അധികം ഡ്രൈ ആവണില്ല കേട്ടോ. ഒരു ചെറിയ ഡ്രൈയിങ് എന്നാലും അധികം ഇല്ല. ഒന്ന് സോഫ്റ്റ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇവരെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലിക്വറൈസ്, അശ്വഗന്ധ, ടർമറിക് ഒക്കെ ഈ 3 ഐറ്റംസാണ് മെയിനായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ലിക്വറൈസ് എന്ന് പറഞ്ഞു വെച്ചാൽ അതിമധുരം. ഞാൻ അതിമധുരത്തിൻ്റെ ഒരു ഫേസ് പാക്ക് ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ എന്തായാലും പോയി കാണണം. കാരണം അതിമധുരം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളുടെ ഫേസിലെ ഡൾനെസ് ഒക്കെ മാറ്റി ഒരു ഗ്ലോ തരാനും ബ്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ ടാൻ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ റിമൂവ് ചെയ്യാനും അത് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ അതിമധുരം എന്ന് പറയുന്നത്. അതൊക്കെ ഈ ഒരു സോപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലിസറിൻ ഉണ്ട്, കാസ്റ്റർ ഓയിൽ ഉണ്ട്. അതൊക്കെ നമ്മളുടെ ബോഡിന് എന്താക്കുമെന്ന് വെച്ചാൽ അധികം ഡ്രൈയിങ് ആക്കില്ല, ഭയങ്കര സ്മൂത്ത് ആക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അധികം ഒരു മൈൽഡ് സ്മെല്ലാണ് കേട്ടോ. എനിക്കാണെന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തുന്ന സ്മെല്ല് കണ്ടാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവും. പിന്നെ ആ സോപ്പ് ഞാൻ യൂസ് ചെയ്യില്ല. പക്ഷേ ഇത് അധികം എന്താ പറയുക കുത്തുന്നൊന്നുമില്ല, ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് ഒരു സോപ്പൊക്കെ വാങ്ങിച്ചിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടെന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ പിന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല.
നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും നമ്മളുടെ ബോഡിയിൽ യൂസ് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാം. ഞാനിപ്പോൾ പറഞ്ഞ് എൻ്റെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അത്രയും വൈറലായൊരു സോപ്പാണ്. അതുകൊണ്ട് എനിക്ക് എന്തായാലും വാങ്ങി ഒന്ന് യൂസ് ചെയ്യണമെന്ന് അത്രയും നിർബന്ധമായിരുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ കോട്ടക്കലിൻ്റെ പ്രൊഡക്ട്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ആയുർവേദ പ്രൊഡക്റ്റാണ്, പേടിക്കാനില്ല. ഈ ഒരു സോപ്പിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഭയങ്കര സേഫാണ്. നമ്മളുടെ ബോഡിക്ക് അധികം ഡ്രൈയിങ് ആക്കുക, ഇറിറ്റേഷൻ ആക്കുക അങ്ങനത്തെ ഒന്നും ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഭയങ്കര ഹാർഷ് ആയിട്ടൊന്നും ഇതിൽ ഇൻഗ്രീഡിയൻസ് ഇല്ല കേട്ടോ. അപ്പോൾ സേഫായിട്ട് യൂസ് ചെയ്യാം. പിന്നെ എല്ലാ സോപ്പും നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ബേബി സോപ്പ് നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അധികം ഡ്രൈയിങ് ഒന്നും ആക്കാത്തൊരു സോപ്പാണ്. അപ്പോൾ സേഫാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബേബീസിനാണെന്ന് വെച്ചാലും നമുക്കാണെന്ന് വെച്ചാലും അടിപൊളിയായിട്ട് വർക്ക് ആവുന്ന ഒരു സോപ്പാണ്. പിന്നെ വെളുത്തിട്ട് പാറ അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മളുടെ ഫേസിലുള്ള പ്രശ്നങ്ങളൊക്കെ ടാൻ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ റിമൂവ് ആക്കാനും ഒന്ന് ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അത് പെട്ടെന്നൊന്നും റിസൾട്ട് തരില്ല. നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. ഏതൊരു പ്രൊഡക്റ്റ് ആണെന്ന് വെച്ചാലും അങ്ങനെയാണല്ലോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള സോപ്പാണ്. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഈ ഒരു കോട്ടക്കലിൻ്റെ ബേബി സോപ്പ് എന്ന് പറയുന്നത്. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, ജസ്റ്റ് ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കിയൊരു സോപ്പാണ് കേട്ടോ. ഈ ഒരു സോപ്പ് ഞാൻ കയ്യിൽ യൂസ് ചെയ്ത് കാണിച്ചു തന്നു. ഇനി എന്താണെന്ന് വെച്ചാൽ ഫേസിലും കൂടെ യൂസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഇത് അധികം ഡ്രൈയിങ് ഒന്നും ആക്കില്ല. ഞാനപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഫേസിലൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. സാധാരണ നമ്മൾ സോപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുക അതുപോലെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്ന് പോയിട്ട് ഫേസ് കഴുകിയിട്ട് വരാം. അങ്ങനെ അതാ ഞാൻ പോയിട്ട് ഫേസ് ഒന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തുടക്കട്ടെ. അപ്പോൾ ഇതാണ് റിസൾട്ട്. എങ്ങനെയുണ്ട്? അധികം ഡ്രൈയിങ് ആക്കണില്ല കേട്ടോ, ഒട്ടും ഡ്രൈയിങ് ആക്കണില്ല. ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് കാണിക്കുന്നത്, ഒട്ടും ഡ്രൈയിങ് ഇല്ല. സൂപ്പർ ആയിട്ടുണ്ടല്ലോ. നല്ലൊരു ബ്രൈറ്റ്നസ് തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് അറിയണുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതാണ് ഞാൻ പോയിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വെള്ളമൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ ഇത്. നല്ല സ്മൂത്ത് ആക്കുന്നുണ്ട്, അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ എന്തായാലും വാങ്ങിച്ച് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയാലാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് അറിയുള്ളൂ. ഫേസിലും ഇത് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല, അധികം ഡ്രൈയിങ് ആക്കണില്ല. ഇനി ഇത് കുറച്ച് നേരം കൂടെ വെച്ച് നോക്കാം. ചിലപ്പോൾ ഫസ്റ്റ് യൂസിൽ ഫസ്റ്റ് തന്നെ സ്മൂത്ത് ആക്കിയിട്ട് ഇനി കുറച്ച് കഴിഞ്ഞ് ഡ്രൈയിങ് ആക്കോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. കാരണം എൻ്റെ ഡ്രൈ സ്കിന്നാണ്. എപ്പോഴാണ് പണി കിട്ടുകയെന്ന് അറിയില്ല. പക്ഷേ എനിക്കിപ്പോൾ നോക്കുന്ന ടൈമിലൊന്നും അധികം ഡ്രൈയിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതാണ് ഫസ്റ്റ് യൂസിലുള്ള റിസൾട്ട്. അപ്പോൾ പറയണ്ടല്ലോ, വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലത്തെ വൈറൽ പ്രോഡക്റ്റ്സ് ഞാൻ ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കി പറയണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കുക. ടാറ്റാ ബൈ ബൈ.